ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് മുറിയിൽ ആകെ കൂടെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ അങ്ങോട്ടേക്ക് ഗീതു വരികയാണ്. എന്നിട്ട് ഗീതു പറയുന്നുണ്ട്, രഞ്ജു വിജയലക്ഷ്മി അമ്മയുടെ മകളാണെന്ന് രാധികാമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവെന്ന് കരുതിയിട്ടല്ലേ അങ്ങനെ പറയാതിരുന്നത്. കുഴപ്പമില്ല, ഞാൻ ഇതുവരെ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. പക്ഷേ ഗോവിന്ദ് അതിനൊന്നും മറുപടി പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പം പിന്നെയും ഗീതു വിളിക്കുന്നുണ്ട്, കണ്ണേട്ടാ. അപ്പം ഗോവിന്ദ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഗീതു പറയാണ്, നമുക്ക് അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ദേഷ്യത്തോടു കൂടി തന്നെയാണ് ഗോവിന്ദ് പറയുന്നത്, എന്ത് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും കൂടെ അങ്ങ് ചെയ്തില്ലേ. അപ്പോൾ ഗീതു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ഒരു ചെറിയ ജീവിതത്തിൽ എല്ലാവരും കൂടെ സന്തോഷത്തോടെ കഴിയാൻ ആഗ്രഹിക്കുമ്പോൾ രഞ്ജു സ്വന്തം അമ്മയോട് ശത്രുതയോടു കൂടിയല്ലേ ജീവിക്കുന്നത്. നമുക്ക് ആ അമ്മയുടെ മകളുടെയും പിണക്കം മാറ്റണ്ടേ. അപ്പോൾ ഗോവിന്ദ് ഒന്ന് ചെറുതായിട്ട് ഞെട്ടിയിട്ട് ഗീതുവിനെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഗീതു പറയാണ്, നമ്മൾ രണ്ടുപേരും കൂടെ ശ്രമിച്ചാൽ ആ അമ്മയും മകളും കൂടെ പിണക്കം മറന്ന് ഒന്നായിട്ട് ജീവിച്ചോളും. അപ്പം വിജയലക്ഷ്മിയുടെ പേര് കേട്ട സമയത്ത് ഗോവിന്ദിന് ദേഷ്യം കയറുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതു, ഞാൻ നിന്നോടിപ്പം മാന്യമായിട്ടും ഏറ്റവും സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. ഞാൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ആ സ്ത്രീയുടെ പേര് പറഞ്ഞ് അത് ഇല്ലാതാക്കരുത്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അകന്നു പോയ രഞ്ജുവിനോട് ക്ഷമിച്ച് അവളെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടായി കാണാൻ കണ്ണേട്ടന് കഴിയുന്നുണ്ടെങ്കിൽ അവളുടെ അമ്മയോട് എന്തുകൊണ്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ വെല്ലുവിളിക്കുകയാണ്, നീയല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, പോയിട്ട് കണ്ടുപിടിക്ക്. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയാണ്, വാശി കയറ്റേ ഞാൻ കണ്ടുപിടിക്കും. എന്നാൽ പിന്നെ എന്തിനാ സംശയമായിട്ട് എൻ്റെ പിന്നാലെ നടക്കുന്നത്, ഗോവിന്ദ് ദേഷ്യത്തോടെ ചോദിക്കുക. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എൻ്റെ നിഗമനങ്ങളെല്ലാം തെറ്റുന്നത് ആ ആമയുടെ പെട്ടിയില്ല, അതിൻ്റെ കണക്ഷനും കൂടി കിട്ടിയാൽ എല്ലാം ഓക്കെ ആവും. അപ്പോഴേക്ക് ഗോവിന്ദ്, ഈ ഗീതു, ഈ രേഖയും കാഞ്ചനയൊക്കെ പറയുന്ന കഥകളിൽ കുടുങ്ങിക്കിടക്കാതെ നീ പോയി സത്യം കണ്ടെത്ത്, അല്ലെങ്കിൽ പോയി എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്ക്, ഞാൻ രഞ്ജുവിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വീണ്ടും പോകാൻ ശ്രമിക്കുമ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്നല്ലേ വന്നത്. അപ്പോൾ ഗോവിന്ദ് മറുപടി ഒന്നും പറയാത്ത കണ്ടപ്പോൾ ഗീതു വീണ്ടും ചോദിക്കുന്നുണ്ട് കുശുമ്പോടെ, എന്താ പഴയ കൃഷിന് അസുഖം കൂടിയെന്ന് അറിഞ്ഞപ്പോൾ സ്നേഹം കൂടിയോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, സ്നേഹം കൂടിയെന്ന് മാത്രമല്ല കരുതലും കൂടി. എനിക്ക് കാലിന് വയ്യാതെ കിടന്നപ്പോൾ എന്നോടും ഭയങ്കര സ്നേഹവും കരുതലും ഒക്കെ ആയിരുന്നു. ഇനി അതൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ എനിക്കും വായിക്കൊള്ളാത്ത ഏതെങ്കിലും രോഗം വരണമായിരിക്കും. ഗീതു കുശുമ്പോട് കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടപ്പോഴേക്കും ഗോവിന്ദിന് ദേഷ്യം വരികയാണ്. ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതു, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഓരോന്ന് വരുത്തി വെക്കരുത്. ഗോവിന്ദ് സ്നേഹത്തോട് കൂടിയിട്ട് പരിഭവത്തോടെ പറയുകയാണ്. അപ്പോൾ ഗീതുവും ദേഷ്യത്തോടെ തന്നെ, അതായത് പരിഭവത്തോടെ തന്നെയാണ് പറയുന്നത്, എനിക്കെന്ത് വന്നാലും എന്താ, നമ്മുടേത് കോൺട്രാക്ട് മാരേജ് അല്ലേ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോഴേക്ക് ഗോവിന്ദ് വീണ്ടും തിരിച്ചു വന്നിട്ട് പറയാണ്, നമ്മൾ തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നോ കോൺട്രാക്റ്റിൽ കല്യാണം എങ്ങനെയാണോ കഴിച്ചത്, ആ സമയത്ത് നീ എങ്ങനെ ആരോഗ്യത്തോടെ പെർഫെക്റ്റ് ആയിട്ടിരുന്നോ അതുപോലെ അവസാനിക്കുന്ന സമയത്ത് നീ അതുപോലെ തന്നെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. മാത്രമല്ല അതെൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പം ഗീതുവിന് സങ്കടത്തോടു കൂടിയാണ് ഗോവിന്ദിനെ നോക്കുന്നത്. അപ്പോഴും കോൺട്രാക്റ്റിൽ തന്നെയാണ് ഗോവിന്ദ് നിൽക്കുന്നതെന്നുള്ള ആ ഒരു സങ്കടത്തിൽ. അപ്പോഴേക്ക് ഗോവിന്ദിൻ്റെ ഫോണ് ബെല്ലടിയാണ്. എടുത്ത സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗോവിന്ദ് സന്തോഷത്തോടു കൂടിയാണ് മറുപടി കൊടുക്കുന്നത്. കണ്ണു തുറന്നോ, സംസാരിച്ചു തുടങ്ങിയോ, ചിരിച്ചുകൊണ്ട് ഗീതുവിനെ നോക്കുകയാണ്. അപ്പോൾ ഗീതുവിന് സന്തോഷം വരികയാണ്. താങ്ക് ഗോഡ്. അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഒരു ഹാപ്പി മൊമെൻറ്റിലാണ് അവിടെ നിൽക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് രഞ്ജു കണ്ണ് തുറന്നിട്ട് ICUവിനകത്താണുള്ളത്. അപ്പം വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് രഞ്ജുവിനെ കാണാൻ വേണ്ടി കയറുകയാണ്. മകളെ ആ അവസ്ഥയിൽ കാണുന്ന സമയത്ത് ആ അമ്മയുടെ നെഞ്ച് പൊടിയുന്നുണ്ടായിരുന്നു. പക്ഷേ രഞ്ജുവിന് അമ്മയെ കണ്ടപ്പോൾ വെറുപ്പാണ് വരുന്നത്. അതും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, വിജയലക്ഷ്മിക്ക് നേരെ തട്ടിക്കയറുകയാണ്. നിനക്ക് ആപത്ത് വന്നാൽ ഞാൻ വരണ്ടേ മോളെ, നിനക്ക് വേണ്ടി വേദനിക്കാൻ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, കരഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പറയാണ്. അപ്പോൾ രഞ്ജു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എൻ്റെ മുമ്പിൽ കിടന്ന് കള്ളക്കണ്ണീര് കാണിക്കല്ലേ. മറുപടി ഒന്നും പറയാതെ വിജയലക്ഷ്മി കരയാണ്. അപ്പം രഞ്ജു പറയുന്നുണ്ട്, ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടിട്ട് മനസ്സ് നിറഞ്ഞെങ്കിൽ ഇറങ്ങിപ്പോ. വെറുപ്പോടു കൂടിയാണ് വിജയലക്ഷ്മിയെ രഞ്ജു നോക്കുന്നത്. ആ സമയത്ത് വിജയലക്ഷ്മി സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് സമയം കൂടി നിൻ്റെ അടുത്ത് നിൽക്കട്ടെ മോളെ. വേണ്ടോ, നിങ്ങൾ എന്തിനാ നിൽക്കുന്നേ, എൻ്റെ ജീവൻ എടുക്കാനോ. അങ്ങനെയൊന്നും പറയല്ലേ മോളെ, നിൻ്റെ നല്ലതിനു വേണ്ടി ഈ അമ്മ ജീവിച്ചിട്ടുള്ളൂ, അതിനു വേണ്ടിയേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ, അതിനുവേണ്ടി മാത്രമേ ഈ അമ്മ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പം രഞ്ജു അവരെ തന്നെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് നാണയില്ലേ, ഇവിടുന്ന് ഇറങ്ങിപ്പോ നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ പോയി ഗീതുവിന് വേണ്ടി പ്രാർത്ഥിക്ക്. എൻ്റെ സ്ഥാനം തട്ടിയെടുത്തത് അവളല്ലേ നിങ്ങളുടെ മോള്. അതിനുശേഷം നേഴ്സിനെ ഷൗട്ട് ചെയ്ത് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവരോട് ഇറങ്ങിപ്പോവാൻ പറ. പക്ഷെ നേഴ്സിനെ അറിയാം അത് രഞ്ജുവിൻ്റെ അമ്മയാണ്, അതുകൊണ്ടൊന്നും പറയാതെ അവരങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടിട്ട് രഞ്ജു പറയുന്നുണ്ട്, ഇവർ പോയില്ലെങ്കിൽ ഇതെല്ലാം കൂടെ വലിച്ചു പൊട്ടിച്ച് ഞാൻ ഇവിടുന്ന് പോവും. അപ്പം നേഴ്സ് മാഡം എന്ന് വിളിക്കുന്ന സമയത്ത് വിജയലക്ഷ്മി പറയുന്നുണ്ട്, വേണ്ട ഞാൻ പോയിക്കോളാം എന്നുള്ള അർത്ഥത്തിൽ കൈകൊണ്ട് കാണിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. വീണ്ടും പുറത്ത് ഇറങ്ങിയിട്ട് രഞ്ജുവിനെ അതിനുള്ളിൽ കൂടെ നോക്കിയിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അവരവിടുന്ന് പോകുന്നത്. ഉള്ളിൽ വന്ന വെറുപ്പോടു കൂടിയാണ് രഞ്ജു അവിടെ കിടക്കുന്നത്. പക്ഷേ പുറത്തു നിന്ന് ICUവിന് പുറത്തു നിന്ന് അവളുടെ അമ്മ അവളെ നെഞ്ചു പൊട്ടുന്ന വേദനയോട് കൂടിയാണ് കാണുന്നത്.
വിജയലക്ഷ്മി തിരിച്ച് ചെമ്പകശ്ശേരിയിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് കാത്തിരിക്കുന്ന ഗീതുവിനെയാണ്. ഉള്ളിലൊഴുകുന്ന സങ്കടങ്ങൾ മുഴുവൻ അവരുടെ മുഖത്ത് തന്നെ വായിച്ചറിയാൻ പറ്റുമായിരുന്നു. രണ്ടുപേരും അരികിലെത്തിയ സമയത്ത് ഗീതു അവരോട് അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ എന്ന് വിളിച്ചിട്ട് നെഞ്ചു പൊട്ടുന്ന സങ്കടത്തിൽ വിളിക്കുകയാണ്. അപ്പം വിജയലക്ഷ്മി അവളെ ചേർത്ത് പിടിക്കുകയാണ്. ഒരുപാട് നേരം രണ്ടുപേരും പൊട്ടിക്കരഞ്ഞതിന് ശേഷം ഗീതു ചോദിക്കുന്നുണ്ട്, ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത്രയും സങ്കടപ്പെട്ട അമ്മ ജീവിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് മറുപടി പറയാതെ വിജയലക്ഷ്മി വിതുമ്പുവാണ്. കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഗീതു പറയുന്നത്, വെറും മണ്ടിയായ ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അത് കേൾക്കുന്ന സമയത്ത് വിജയലക്ഷ്മി പുഞ്ചിരിക്കുകയാണ്. അതിനുശേഷം ഗീതു പറയുന്നുണ്ട്, അമ്മ മാപ്പ് തരണം, അമ്മയുടെ കാലിൽ വീഴാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് ഗീതു വിജയലക്ഷ്മിയുടെ കാലിലേക്ക് വീഴാൻ പോകുമ്പോഴേക്കും വിജയലക്ഷ്മി അവളെ ചേർത്ത് പിടിക്കുകയാണ്. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, നീ എൻ്റെ കാല് പിടിക്കരുത്, എന്നോട് മാപ്പ് ചോദിക്കരുത്. അത് കേൾക്കുന്ന സമയത്ത് ഗീതു സംശയത്തോടെ ചോദിക്കുകയാണ്, അപ്പോൾ അമ്മ എന്നോട് പൊറുക്കില്ലേ? അപ്പം വിജയലക്ഷ്മി പറയുന്നുണ്ട്, എന്താ ഗീതു ഇത്, നീ അതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ മോളെ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും നിന്നെപ്പോലെ പ്രതികരിക്കൂ. എല്ലാം എൻ്റെ തെറ്റാ, പലതും നിന്നോട് തുറന്നു പറയാതിരുന്നത് എൻ്റെ കുഴപ്പാ, അതിനൊക്കെ നീയാ എന്നോട് പൊറുക്കേണ്ടത്. കണ്ണീര് തുടച്ചുകൊണ്ട് വന്നിട്ട് ഗീതു ചോദിക്കുന്നുണ്ട്, മനുഷ്യന് ജീവിക്കാൻ ഇത്രയേറെ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ അമ്മേ? രഞ്ജുവിന് അസുഖം ഉണ്ടായിരുന്നെന്ന കാര്യം അമ്മയോ കണ്ണേട്ടനോ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളോട് ഇത്രയും മത്സരബുദ്ധി കാണിക്കുമായിരുന്നോ? അപ്പോൾ ഒന്നും പറയാതെ വിജയലക്ഷ്മി വീണ്ടും കരച്ചിലടക്കാൻ പാടുപെടുകയാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഞാൻ ഈ രീതിയിലൊക്കെ പെരുമാറിയെന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് നീറുക. ഗീതുവിൻ്റെ ആ നിഷ്കളങ്കത കാണുന്ന സമയത്ത് വിജയലക്ഷ്മിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയേറെ ഒരു പാവമായിരുന്നൊരു പെണ്ണാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. അതിനുശേഷം കരഞ്ഞുകൊണ്ട് തന്നെ വിജയലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ സാഹചര്യം അങ്ങനെയൊക്കെ ആയിപ്പോയി മോളെ, അതൊന്നും ഇപ്പോഴും തുറന്നു പറയാൻ എനിക്ക് പറ്റില്ല. കരയുന്ന വിജയലക്ഷ്മിയോട് ഗീതു ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? അമ്മ പറ. ഭൂമിയിലുള്ള അല്പകാലം രഞ്ജുവിന് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ഞാൻ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിക്കൊടുക്കണോ? ഞാൻ ഒഴിഞ്ഞു കൊടുക്കണോ? അപ്പോഴേക്കും വിജയലക്ഷ്മി പെട്ടെന്ന് തന്നെ രഞ്ജുവിനെ വിലക്കുകയാണ്. അയ്യോ, നീ അങ്ങനെയൊന്നും പറയരുത് മോളെ. അപ്പോൾ ഗീതു അവരുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഞാൻ പറയും, എൻ്റെ പെറ്റമ്മയ്ക്ക് എന്നോടില്ലാത്ത സ്നേഹം എനിക്ക് തന്നത് ഈ അമ്മയാ. അമ്മ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. ഗീതു ഒരു ഉറച്ച തീരുമാനത്തോടെ പറയുകയാണ്. കാരണം രഞ്ജുവിന് വേണ്ടിയിട്ട് ഗോവിന്ദിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിക്കൊടുക്കുക എന്നുള്ളൊരർത്ഥത്തിൽ. അപ്പം വിജയലക്ഷ്മി പറയുന്നുണ്ട്, അരുത്, നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കരുത്, നിൻ്റെ സ്നേഹം താങ്ങാൻ എനിക്ക് പറ്റുന്നില്ല. വിജയലക്ഷ്മിക്കും കരച്ചിലടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീണ്ടും അവർ ആവർത്തിച്ച് പറയാണ്, വേണ്ട, നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കേണ്ട. ഗീതു അവർക്കരികിലേക്ക് പോയി ഇരുന്ന് പൊട്ടി പൊട്ടി കരയാണ്. അപ്പോൾ ഒക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട്, വേണ്ട, നീ കരയരുത്. ഗീതു കരയല്ലേ? പൊട്ടി പൊട്ടി കരയുന്ന ഗീതുവിനോടായിട്ട് വിജയലക്ഷ്മി പറയാണ്, നീ ഒരിക്കലും കരയരുത്. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ശിവ ഒരിക്കലും നിന്റെ ജീവിതം നശിപ്പിക്കില്ല. നീ കരുതുന്നതൊന്നും സത്യമല്ല. ഈ പാവം പാട്ടുകാരിയും മകളും ഒരു തരത്തിലും നിന്റെ ശത്രുക്കളല്ല. അപ്പം അത് കേട്ടിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ഗീതുവും മറുപടി പറയാണ്, അമ്മ എൻ്റെ ശത്രുവല്ല, കൂട്ടുകാരിയാ, എൻ്റെ വഴികാട്ടിയാ. അതിനൊക്കെ മേലെ വിജയലക്ഷ്മിയോട് ചേർന്നിരുന്ന് അവരുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ഗീതു പറയാണ്, അമ്മ എൻ്റെ അമ്മയാ. അവർക്കത് കേൾക്കുന്ന സമയത്ത് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അവർ തിരിച്ചു പറയുന്നുണ്ട് അതുപോലെ തന്നെ, അതെ, അമ്മയാ. അതിനുശേഷം കണ്ണീര് തുടച്ചുകൊണ്ട് ഉറച്ച തീരുമാനത്തോടു കൂടി വിജയലക്ഷ്മി പറയാണ്, ആ അമ്മയാ പറയുന്നത്, ശിവയ്ക്ക് തണലായി നീ ഉണ്ടാവണം. അപ്പോൾ ഗീതു ഇങ്ങനെ മനസ്സിലാവാതെ വിജയലക്ഷ്മി തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? നീ എന്നെ വെറുത്താ ശിവ നിന്നെ സ്നേഹിച്ചു തുടങ്ങും. എനിക്കിപ്പോൾ അതാണ് വേണ്ടത്. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ നീ അവളെ സ്നേഹിക്കണം, എന്നിട്ട് എന്നെ വെറുക്കണം. വീണ്ടും അവരത് ആവർത്തിക്കുകയാണ്, നീ എന്നെ വെറുക്കണം. പക്ഷെ ഗീതുവിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മേ, ഗീതു ഒരു ചെറിയ പൈതലിനെ പോലെ വിളിക്കുകയാണ്. അപ്പോഴേക്കും വിജയലക്ഷ്മി ശരിക്കും വേറൊരാളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഗീതുവിനോട് തീർത്ത് പറയാണ്, പൊയ്ക്കോ, ഇനി നീ എന്നെ കാണാൻ വരണ്ടാന്ന് പറഞ്ഞാൽ വരണ്ടാന്ന്. അതും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ എഴുന്നേറ്റ് മുറിയിൽ പോയി കഥ കിടക്കുകയാണ്. ഗീതുവിന് പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. ഗീതു അമ്മേ എന്ന് വിളിക്കുമ്പോഴേക്കും വീണ്ടും അവർ പറയുന്നുണ്ട്, പൊയ്ക്കോ. ഗീതു അവർക്ക് പിന്നാലെ പോവുകയാണ്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ വിജയലക്ഷ്മി അകത്ത് കയറി കഥ കടച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പൊയ്ക്കോ നീ. അമ്മേ നിൽക്കമ്മേ, അമ്മേ കേൾക്കമ്മേ, ഞാൻ പറയുന്നത് കേൾക്കമ്മേ എന്നൊക്കെ ഗീതു കുറേ കെഞ്ചുന്നുണ്ടായിരുന്നു. അകത്ത് കയറി കഥ കടച്ചിട്ടും വിജയലക്ഷ്മി പൊട്ടി പൊട്ടി കരയാണ് ഗീതു അറിയാതെ. ഗീതു ആണെങ്കിൽ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ ആ വാതിലിന് തട്ടിക്കൊണ്ട് വിളിക്കണം, അമ്മേ കഥക് തുറക്കമ്മേ. ഇല്ല. ഗീതുവിന് നേരെ അവർ ശബ്ദം ഉറക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഗീതു പിന്മാറാൻ തയ്യാറല്ല. ഒരുപാട് തവണ വാതിലിന് തട്ടി അവൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അമ്മേ വാതിൽ തുറക്കാൻ.
നെഞ്ചു പൊടിയുന്ന വേദന ഉണ്ടെങ്കിലും വിജയലക്ഷ്മി വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്. എന്നെ നീ എനിക്ക് കാണാൻ വരണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നെ വെറുക്കണം, എന്നിട്ട് എൻ്റെ ശിവയെ സ്നേഹിക്കണം. നീ പോ. അപ്പോഴും കരഞ്ഞുകൊണ്ട് ഗീതു പറയാണ്, ഒരു തെറ്റിദ്ധാരണയുടെ പേരിലും ഇനി ഞാൻ അമ്മയെ വെറുക്കില്ല. ഒരു ചോദ്യവും ചോദിച്ച് ഇനി ഞാൻ അമ്മയെ കരയിക്കില്ല. വാതിൽ തുറക്കമ്മേ. ഗീതു ചെറിയൊരു കുഞ്ഞിനെ പോലെ പൊട്ടി പൊട്ടി കരയാണ്. വാതിൽ തട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളെന്ന് കരയുകയാണെങ്കിൽ വിജയലക്ഷ്മി ഗീതുവിന് മുന്നിൽ വേറൊരാളായിട്ടാണ് പെരുമാറുന്നത്. അപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഗീതു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, അമ്മേ കഥക് തുറക്കമ്മേ, അമ്മയുടെ ഗീതു അല്ലേ വിളിക്കുന്നത്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് നെഞ്ച് പൊടിഞ്ഞിട്ടാണ് വിജയലക്ഷ്മി നിൽക്കുന്നത്. വിജയലക്ഷ്മി സ്വയം വിചാരിക്കുകയാണ്, എൻ്റെ അമ്മേ, ഈ ജീവിതത്തിൽ ഞാൻ ഇത്രയേറെ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അതിനുശേഷം കഥകിന് പുറത്ത് വെച്ച് ഗീതു സംസാരിക്കുന്നത് വിജയലക്ഷ്മി കേൾക്കുന്നുണ്ട്. സങ്കടം കൊണ്ടാവും അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം, ഇപ്പം ഞാൻ തൽക്കാലം പോവുക. വിജയലക്ഷ്മി അതിന് മറുപടി ഒന്നും പറയുന്നില്ലെങ്കിലും ഗീതു വീണ്ടും പറയുന്നുണ്ട്, പക്ഷെ നാളെ ഞാൻ വീണ്ടും വരും. അമ്മ എന്നെ ആട്ടി ഓടിച്ചാലും ഞാൻ വീണ്ടും വരും. കാരണം എൻ്റെ അമ്മയല്ലേ, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. കരഞ്ഞുകൊണ്ടാണ് ഗീതു സംസാരിക്കുന്നത്. അകത്ത് ശബ്ദം ഉണ്ടാക്കാതെ വിജയലക്ഷ്മിയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഗീതുവിൻ്റെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞപ്പോൾ വിജയലക്ഷ്മിക്ക് മനസ്സിലായി നെഞ്ച് പൊടിഞ്ഞ വേദനയും കൊണ്ട് ഗീതു അവിടുന്ന് പോയി എന്നുള്ളത്. പക്ഷെ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഗീതുവിനോട് നന്നായിട്ട് പെരുമാറാൻ പറ്റില്ല. അപ്പം രഞ്ജു വിജയലക്ഷ്മിയെ വെറുക്കുന്ന കൂട്ടത്തിൽ ഗീതുവിനെ വെറുക്കുകയാണ് ചെയ്യുക. ഗീതു അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ വിജയലക്ഷ്മിയെ ഗീതു വെറുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവരടുത്ത ശ്രമം നടത്തുന്നത്. തിരിച്ച് അജാസിൻ്റെ കൂടെ മടങ്ങി വരുന്ന സമയത്ത് ഗീതു ചോദിക്കുന്നുണ്ട്, ഇക്ക പറഞ്ഞോ, എന്നെ ചെമ്പകശ്ശേരിയിൽ ഇറക്കി വിട്ടിട്ട് ഇക്ക എങ്ങോട്ടാണ് പോയത്? അത് അളിയൻ എന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ രഞ്ജുവിന് അരികിലേക്ക് പോകുന്നതിന് മുന്നേ ഏൽപ്പിച്ച ഡ്യൂട്ടിയാ, അതിന് പോയതാ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ഗീതു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അജാസ് തിരിച്ചു ചോദിക്കുകയാണ്, അതെന്താ, ഇതുവരെ സത്യം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ? ആ വിശ്വാസം കൊണ്ടല്ലേ ചോദിക്കുന്നേ. ചോദിക്ക്. വിജയലക്ഷ്മി അമ്മയും കണ്ണേട്ടനും തമ്മിൽ കണ്ടിരുന്നോ? അവർ തമ്മിൽ കണ്ടു, സംസാരിക്കുകയും ചെയ്തു. എന്താ സംസാരിച്ചേ? ഗീതു ചോദിക്കുകയാണ്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, അതെനിക്കറിയില്ല. ഏയ് നോണ, എന്താ സംസാരിച്ചതെന്നൊക്കെ ഇക്കറിയാം. അജാസ് വണ്ടി സൈഡ് ഒതുക്കുന്ന കണ്ടപ്പോൾ ഗീതു വിചാരിക്കും എന്തിനായിരിക്കും. ആ വണ്ടി സൈഡ് ഒതുക്കിയ ശേഷം അജാസ് പറയുന്നുണ്ട്, അതെ, അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അത് എന്ത് പണിയാ കാണിച്ചേ? അത് അവിടുന്ന് കേട്ടിട്ട് എന്നോട് വന്നിട്ട് പറയണ്ടായിരുന്നോ? അത് കേട്ടപ്പോൾ അജാസിന് ചിരി വരികയാണ്. എന്നിട്ട് അജാസ് പറയുന്നുണ്ട്, അത് ഒരുതരം ചീപ്പ് ഏർപ്പാടല്ലേ? ഓ പിന്നെ നമ്മളെന്താ ഹരിശ്ചന്ദ്രനോ? ഗീതു കളിയാക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് അജാസിന് ചിരി വരുന്നുണ്ട്. ഏയ് അങ്ങനെയല്ല, അതെ, നമുക്കൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിലേ സത്യസന്ധമായ ഇൻവെസ്റ്റിഗേഷനിലൂടെ വേണം കണ്ടെത്താൻ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എനിക്കങ്ങനെ യാതൊരു ആഗ്രഹവും ഇല്ല, എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ മതി. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ വരെ പറഞ്ഞിരിക്കുന്നേ. ഗീതുവിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അജാസിന് ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗീതു പറയുക, അതിനുവേണ്ടി ചുരണ്ടൽ, ബ്ലാക്ക് മെയിലിംഗ്, എന്ത് മാർഗം വേണമെങ്കിലും അതിനുവേണ്ടി സ്വീകരിക്കാം. അത് കേട്ട് അജാസ് പറയുന്നുണ്ട്, ആവക മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുവരെ എന്തൊക്കെ കണ്ടുപിടിച്ചു? പെട്ടെന്ന് ഗീതു സൈലൻ്റ് ആവാണ്. കണ്ടുപിടുത്തം വിജയത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്തെങ്കിലും തട്ടുകേട് വന്നിട്ട് പൊളിയും. നേരത്തെ ഗോവിന്ദ് സാറിൻ്റെ മൊബൈലിൽ നിന്നും രഞ്ജുവിൻ്റെ ബയോഡാറ്റ പൊക്കിയതുപോലെ വേറൊരു ഓപ്പറേഷൻ നടത്താൻ താല്പര്യമുണ്ടോ? എനിക്ക് ഗുണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുണപ്പെടും. അപ്പം സന്തോഷത്തോടെ ഗീതു പറയാണ്, ഇക്ക കാര്യം പറ. അതെ, ഹോസ്പിറ്റലിൽ നിന്ന് വിജയലക്ഷ്മി മാഡമായിട്ട് വഴക്കിട്ടിട്ടാണ് ഗോവിന്ദ് സാർ ഇറങ്ങിപ്പോകുന്നത്. വരുന്ന വഴി മാഡം സാറിൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ നമ്പർ അയച്ചു കൊടുത്തിരുന്നു. ആ ഫോൺ നമ്പർ ഏതോ ഒരു രഹസ്യം തുറക്കാനുള്ള കീയാ. അതിനുശേഷം ഗോവിന്ദിനെ കൂട്ടിയിട്ട് വരുന്ന സമയത്ത് ഗോവിന്ദിൻ്റെ ഫോണിലേക്ക് വിജയലക്ഷ്മി നമ്പർ മെസ്സേജ് സെൻഡ് ചെയ്തതും ഗോവിന്ദ് ഇങ്ങനെ ഒച്ചത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു, പിറുപിറുത്തുകൊണ്ട്, ഇവരെന്തിനാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ വോയിസ് നോട്ട് സൗണ്ടിൽ വെക്കുകയാണ്, ഇതാണ് ധ്യാൻ്റെ നമ്പർ എന്നുള്ളതായിരുന്നു ഒരു വോയിസ് നോട്ട്. അപ്പോൾ അതിനുശേഷം ധ്യാൻ്റെ നമ്പറിലേക്ക് ഗോവിന്ദ് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അജാസ് കേൾക്കുന്നുണ്ടായിരുന്നു. കാറിൽ വെച്ചിട്ട് തന്നെയാണ് ഗോവിന്ദ് സംസാരിക്കുന്നതൊക്കെ. ഹലോ, ധ്യാനല്ലേ? ഓ സോറി, ഇപ്പോൾ അവിടെ രാത്രിയാണെന്നുള്ള കാര്യം ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ആയല്ലേ, സോറി. ഓക്കെ. ഞാൻ AGM ഗ്രൂപ്പ് ചെയർമാൻ ഗോവിന്ദ് മാധവാണ്. പാട്ടുകാരി വിജയലക്ഷ്മിയാണ് എനിക്ക് നമ്പർ തന്നത്. രഞ്ജുവിൻ്റെ കാര്യം സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. ഇതൊക്കെ മിററിലൂടെ അജാസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായ സമയത്ത് ഗോവിന്ദ് അജാസിനോട് പറയാണ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാറ് നിർത്തിയിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ടാണ് സംസാരിക്കുന്നത്. അജാസിനോട് കാറ് നിർത്താൻ പറഞ്ഞിട്ട് പുറത്തിറങ്ങി പോയിട്ടാണ് ബാക്കി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഗീതുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അജാസ്. അപ്പം ഗീതു ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എന്താ ഫോണിൽ സംസാരിച്ചേ? അപ്പം അജാസ് തിരിച്ചു പറയാണ്, ഞാൻ കേൾക്കാതിരിക്കാനല്ലേ കാറിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി സംസാരിച്ചത്. എന്താ സംസാരിച്ചതെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമായേനെ.
ഗീതു സങ്കടത്തോടെ പറയാണ്. അപ്പോൾ അജാസ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അജാസ് പറയാണ്, അങ്ങനെ ഇപ്പോൾ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യണ്ട, കുറച്ച് കഷ്ടപ്പെട്. അപ്പോൾ ഗീതു പറയാണ്, ഷോ പെങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ദുഷ്ടനായ ആങ്ങള, എല്ലാം ഇങ്ങനെ കൈ കൊണ്ട് തന്നാലേ പെങ്ങളെ വഷളാക്കുന്ന ആങ്ങള എന്ന ചീത്തപ്പേരായിരിക്കും എനിക്ക്. കണ്ണേട്ടൻ വിളിച്ച ആളുടെ പേര് പറഞ്ഞല്ലോ, പറഞ്ഞില്ലേ? പറഞ്ഞു. എന്താ അയാളുടെ പേര്? ധ്യാൻ. ധ്യാൻ ശ്രീനിവാസനോ? ഏയ് അല്ല, വെറും ധ്യാൻ. ഇനി ഈ പേരിന് പിന്നിൽ വേറെന്തെങ്കിലും വാലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ രാത്രിയാണല്ലോ എന്ന് ഇവിടുന്ന് ചോദിക്കണമെങ്കിൽ അത് വിദേശത്തു നിന്നുള്ള കോളാ. ഗീതു ഒരു വലിയ കണ്ടുപിടുത്തം പോലെയാണ് പറയുന്നത്. UK, US, കാനഡ അങ്ങനെ എവിടെന്നെങ്കിലും ആയിരിക്കും. ഗീതു അജാസ് നോക്കിയിട്ട് അഭിമാനത്തോടെ നിൽക്കുമ്പോൾ അജാസ് പറയുന്നുണ്ട്, ഷോ ഇതൊരുമാതിരി ഭയങ്കര കണ്ടുപിടുത്തായിട്ടോ. അപ്പോൾ ഗീതുവിന് മനസ്സിലായി അജാസ് കളിയാക്കിയതാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, കളിയാക്കണ്ട, ഇന്ന് രാത്രി 12 മണിക്ക് മുൻപ് ധ്യാൻ എന്ന ദുരൂഹതയുടെ ചുരുളുകൾ ഞാൻ അഴിച്ചിരിക്കും. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. എനിക്ക് ശരിക്കും അജാസിൻ്റെ ഗീതുവിൻ്റെ കോംബോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു ബ്രദർ ആൻഡ് സിസ്റ്റർ റിലേഷൻഷിപ്പ് അടിപൊളിയാണ്.